ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. പെരുമഴക്കാലത്തും കുടിവെള്ളമില്ലാതെ 10ഓളം കുടുംബങ്ങൾ. നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ പണമ്പോയിൽ ഗോത്ര ഊരിലെ 10 കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി പ്രയാസപ്പെടുന്നത്. തല ചുമണ്ട 200 മീറ്ററിലേറെ നടന്നാണ് ഇവർ വെള്ളം എത്തിക്കുന്നത്. കോളനി പരിസരത്തെ കിണർ ഏതു സമയത്തും കാലപ്പഴക്കം കൊണ്ട് നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ് റിങ്ങുകൾ അടർന്ന് അപകടാവസ്ഥയിലായിരിക്കുകയാണ് കോളനിയിലെ കിണർ. പല പ്രാവശ്യം പഞ്ചായത്തിന്റെ മുന്നിൽ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടാവാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അരീക്കോടെത്തി പരാതി നൽകിയിരുന്നു. സുനിത രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി ഇടപെട്ട കഴിഞ്ഞ ഡിസംബറിൽ ഇതിന് പരിഹാരം കാണാൻ ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിർദ്ദേശം നൽകി. എന്നാൽ 6 മാസമായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയുമില്ല. കോളനി നിവാസികളുടെ ദയനീയാവസ്ഥ കണ്ട് പഞ്ചായത്തിലെ ഭരണസമിതി യോഗത്തിലേക്ക് എഇയെ വിളിച്ചുവരുത്തി അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഗത്യന്തരമില്ലാതെ കോളനി നിവാസികൾ പഞ്ചായത്തിന് മുന്നിലേക്ക് സമരവുമായി എത്തി. തുടർന്ന് സെക്രട്ടറിയും എയും കോളനിയിലെത്തിയതല്ലാതെ മറ്റൊരു നടപടിയുമില്ല. തങ്ങളെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് പരാതിക്കാരിയായ സുനിത രാധാകൃഷ്ണൻ പറഞ്ഞു. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തങ്ങളെ ശരിയാക്കിയിരിക്കുകയാണെന്നും സുനിത പറഞ്ഞു. വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. തിങ്കളാഴ്ച മുതൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങുമെന്നും അവർ പറഞ്ഞു. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളങ്ങനെ ചെന്ന് പരാതി പറയുമ്പോൾ വരും, ശരിയാക്കി തരൂല. അങ്ങനെ പറ്റിച്ചോണ്ട് കുറേ കാലമായിരുന്നു, 5-6 മാസമായില്ലേ. ഇന്ന് ശരിയായിട്ട് ഇനിയും ശരിയാക്കിയിട്ടില്ല. അതിനാണ് ഈ പരാതി കൊടുക്കണമെന്ന് പറയാം. അല്ലേ, എങ്ങനെയാ വെള്ളം കൊണ്ടുവരുന്നത്? വെള്ളം ഏറ്റിക്കൊണ്ടുവരിക, താഴെ കൊണ്ടുവന്നൊക്കെ കൊണ്ടുവരും. കണ്ടോടെ കൂലിപ്പണിക്ക് പോക്ക് നടക്കൂല. വെള്ളം കെട്ടിക്കൊണ്ടുവരും. 8 മണിയാകുമ്പോൾ പല സ്ഥലത്ത് എത്തണ്ടേ. ഞാൻ വീട്ടിലെത്തുമ്പോൾ 7 മണിയൊക്കെ ആവില്ല. പിന്നെ എപ്പോഴൊന്നും വെള്ളത്തിന് പോകും. എന്തോരം അടങ്ങാറുണ്ട് എനിക്കൊന്നും. ഞങ്ങളങ്ങനെ പറഞ്ഞ് പറ്റിച്ചോണ്ടൊക്കെ ഞങ്ങളുള്ള എന്തെങ്കിലും ഓരോ പണി കിട്ടുമ്പോൾ ഓരോ വിളിക്കുമ്പോൾ ഞങ്ങളെ ചെയ്യും. വെള്ളമല്ലേ, നമുക്ക് എല്ലാത്തിനും വെള്ളം വേണം. മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും പഞ്ചായത്ത് അധികൃതരും സെക്രട്ടറിയും എയുമെല്ലാം നടപടി സ്വീകരിക്കാതിരിക്കുകയാണെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ അംഗവുമായ PT ഉസ്മാൻ പറഞ്ഞു. ഏകദേശം 10 കുടുംബങ്ങൾ, ഏകദേശം 10 കുടുംബങ്ങൾക്ക് വെള്ളമില്ല. ഒരു കുടുംബം എന്ന് പറയുന്നത് ഊരൊഴിഞ്ഞ് കിടക്കുന്ന ഒരു കുട്ടൻ എന്ന് പറയുന്ന അയാൾക്ക് പോലും വെള്ളം ഇല്ലാത്തൊരു ദുരവസ്ഥ നിലനിൽക്കുന്നത്. പഞ്ചായത്തിൽ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും പരിഹാരം കാണാതെ വന്നപ്പോൾ നവകേരള സദസ്സിൽ പരാതി കോളനിക്കാർ കൊടുത്തു. അങ്ങനെ കോളനിക്കാർ നവകേരള സദസ്സിൽ പരാതി കൊടുത്തത് പഞ്ചായത്തിലേക്ക് വരികയും പഞ്ചായത്ത് അത് സെക്രട്ടറി അവർക്ക് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അടിയന്തരമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. രേഖാമൂലം കത്ത് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അത് എസ്റ്റിമേറ്റ് ആയിട്ട് ടെൻഡർ ചെയ്തിട്ടുണ്ടെങ്കിലും കരാറുകാര ഒരു നിസ്സഹകരണം കാരണം ഈ പണി നടത്താൻ സാധിക്കാത്ത ഒരു ദുരവസ്ഥയാണ് ചാലിയാർ പഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 10 കുടുംബങ്ങൾക്ക് വലിയൊരു ദുരന്തമായിട്ടാണ് ഇപ്പോൾ വെള്ളം കിട്ടാത്ത വലിയ പ്രയാസത്തിലാണ് അവരുള്ളത്. 10 കുടുംബങ്ങൾ ഈ മഴക്കാലത്തും 200 മീറ്ററിലേറെ നടന്ന് പാടത്തിന് സമീപമുള്ള വെള്ളക്കുഴിയിൽ നിന്നും കുടിവെള്ളം എത്തിക്കേണ്ട അവസ്ഥയിലാണ്. കോളനി പരിസരത്തെ പൊതുകിണർ നന്നാക്കിയാൽ പരിഹാരം കാണാവുന്ന പ്രശ്നമേയുള്ളൂ. കിടപ്പ് രോഗിയായ കുട്ടരുൾപ്പെടെ വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. തങ്ങൾ പരാതി പറഞ്ഞു മടുത്തുവെന്നാണ് കോളനിയിലെ മുണ്ടിയും ചന്ദ്രനുമെല്ലാം പറയുന്നത്. കാണൂല, ഞങ്ങൾ ഈ കാട്ടുമുക്കിലല്ലേ, പിന്നെ ആരെ കാണുക? ഇതിങ്ങനെ ഏറ്റി നടക്കണേ. കുടിക്കണമെങ്കിൽ ഏറ്റുള്ളി വെള്ളത്തിന് ഇത്രയും ദൂരെ വരണ്ടേ. ഇപ്പൊ ഒരു കണ്ടപ്പോഴന്ന് ഏറ്റോ അങ്ങനത്തെ അലക്കലേക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ കുന്നും കാരണം. ഇതാണ് പരിപാടി. ചിലപ്പോൾ വയ്യാതാകുമ്പോൾ കുടുങ്ങിയത് തന്നെ, ആരും ഉണ്ടാവില്ല. ഞങ്ങൾ വളർത്തുന്ന മക്കളൊക്കെ പോയാൽ ഞങ്ങൾ 2 ആളേ ഉള്ളൂ. അതാ കുട്ടന് വല്ല വെള്ളം അതും ഞാൻ കൊണ്ട് കൊടുക്കണം. അതിപ്പോൾ എന്താ കാട്ടാ, ഞാനങ്ങനെ ബൈക്കും പോലെ കോരും. എത്ര ബക്കറ്റ് കോരും ഒരു ദിവസം? കുറച്ചൊന്നും പോരാ, പുറത്തേക്ക് എല്ലാത്തിനും കോരണ്ടേ. ഞങ്ങളെ കൊണ്ട് കൊടുക്കണം. ഓൻ വയ്യാതെ ഇരിക്കല്ലേ. പഞ്ചായത്തുകാരെന്താ പറയണേ? പഞ്ചായത്തുകാരോട് ഞങ്ങൾ പോയി മീറ്റിങ്ങോ കഴിഞ്ഞ് വന്നോട്ടോ. എന്നിട്ട് അതിന് തെളിയുമ്പോൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആദിവാസി ക്ഷേമത്തിനായി കോടികൾ ചിലവഴിക്കുമ്പോഴാണ് കുടിവെള്ളം ലഭിക്കാൻ തങ്ങളുടെ അപകടാവസ്ഥയിലായ കിണർ പുനർനിർമ്മിക്കണമെന്ന ഗോത്ര ഊരിലെ 10 കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അധികൃതർ കണ്ണടയ്ക്കുന്നത്. മഞ്ഞപ്പിത്ത രോഗങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന പഞ്ചായത്തുകളിലൊന്നായ ചാലിയാർ പഞ്ചായത്തിലാണ് ഗോത്ര കുടുംബങ്ങൾ ശുദ്ധമായ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience.
experience. Lenora Linen, Cotton Cloth and Stitching.